അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തമിഴ്നാട് സ്റ്റൈലിലെ ഒരു ഡിഷാണ്. ചെട്ടിനാട് മട്ടൻ മസാലയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു ചെട്ടിനാട് മട്ടൻ മസാലയിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതായത് ചെട്ടിനാട് മസാല പൗഡർ തയ്യാറാക്കി എടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു പാൻ സ്റ്റോവിൽ വെക്കാം. ഇതിന്റെ ഫ്ലെയിം ഇപ്പൊ ഞാൻ ഓൺ ചെയ്തിട്ടില്ല. ഇതിലേക്ക് നമുക്ക് ചേർക്കാവുന്നതൊക്കെ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. അപ്പൊ ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു 2 ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. 2-3 ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. നമ്മുടെ സിനമൺ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ മട്ടനാണ്. അതിലേക്കുള്ള മസാല പൗഡറാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ഒരു 4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക. അതിന്റെ കൂടെ ഒരു 5 ഏലക്ക ചേർത്ത് കൊടുക്കുക. അതിന്റെ കൂടെ നമ്മുടെ ജാതിപത്രി ഉണ്ടല്ലോ, ജാതിക്കയുടെ ഫ്ലവർ, അത് ചേർത്തത് ചെറിയൊരു കഷ്ണം മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 4 ഡ്രൈ ആയിട്ടുള്ള റെഡ് ചില്ലി ചേർക്കാം. ഇത് നിങ്ങളുടെ എരിവനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വീതം ചെറിയ ജീരകം, അതുപോലെ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ക്യൂൻ സീഡ്, അതുപോലെ ഫെനൽ സീഡ് അത് ചേർത്ത് കൊടുക്കാം. അടുത്തതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് പച്ചമല്ലിയാണ്. അതൊരു 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊരു വളരെ ചെറിയ ഫ്ലെയിമിൽ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇനിയും ഐറ്റംസ് ആഡ് ചെയ്യാനുണ്ട്. പക്ഷെ അത്രയും ചേർത്തിട്ട് ജസ്റ്റ് ഇതിന് 2 മിനിറ്റ് വളരെ ചെറിയ ഫ്ലെയിമിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒത്തിരി ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കരുത്. ഇതിന്റെ സ്മെല്ലും മാറും, അതുപോലെ തന്നെ കളറൊക്കെ ചേഞ്ച് ആവും. അപ്പൊ അത് ആവശ്യമില്ല. നമുക്കിതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പൊടിച്ചു വെക്കാനുള്ളതാണ്. അടുത്തതിലേക്ക് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഒരു 7 കാഷ്യൂ നട്ട്സ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ തന്നെ സോട്ട് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഗ്രേറ്റഡ് കോക്കനട്ട് ആണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള കോക്കനട്ട് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ 1/2 കിലോ മട്ടനിലേക്കുള്ള മസാലയാണ്. നിങ്ങൾ 1 കിലോ എടുക്കുമ്പോൾ ഇതിന്റെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് എടുക്കുക. ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഇതിനെ സോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു തേങ്ങയുടെ ഒന്നും കളർ ഒത്തിരി ചേഞ്ച് ആവുന്നും വേണ്ട. നമ്മളിതിങ്ങനെ സോട്ട് ചെയ്യുന്ന സമയത്ത് ഈ തേങ്ങയിൽ നിന്നൊക്കെ ഒരു ഓയിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വരുന്ന ഒരു ടെക്സ്ചർ ആവുന്ന ഒരു ടൈം വരെ ഒന്ന് സോട്ട് ചെയ്താൽ മതി. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഒത്തിരി ഒന്നും കളർ ചേഞ്ച് ആയിട്ടില്ല. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു പൗഡറാണ് ഉണ്ടാക്കുന്നത്, പേസ്റ്റ് അല്ല. അപ്പൊ നമുക്ക് ഇത്രയും ഐറ്റംസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെഡ് ചില്ലിയുടെ ഈ ഒരു ഞെട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇത്രയും ഇതിലേക്ക് ചേർത്തി ഇനി നമുക്കിതൊന്ന് പൗഡറാക്കി എടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ വെള്ളമൊന്നും ചേർക്കാതെ നന്നാക്കി പൗഡറാക്കി എടുത്തിട്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള പ്രിപ്പറേഷൻ നോക്കാം. ഇതുപോലൊരു പാന് എടുത്ത് സ്റ്റൗവിൽ വെക്കാം. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഓയിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണയിലാണ് ഈ ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ്. ഇത് നമുക്കൊരു ചെറിയ ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പട്ടയുടെ ഇല ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ ഒരു 1/4 ടീസ്പൂണിൽ കുറവ് വലിയ ജീരകം, ഫെനൽ സീഡ്സ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി മസാലയിൽ ചേർത്തിട്ടുണ്ട്, എങ്കിലും ഇവിടെയും നമുക്കൊരു 1/4 ടീസ്പൂണിൽ കുറവായിട്ട് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലൊരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറിയ ഉള്ളിയാണ്. സവാളയല്ല ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കിട്ടാത്തവർക്ക് സവാളയിലും ചെയ്യാം. ചെറിയ ഉള്ളി ഒരു 15 എണ്ണം സ്ലൈസ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു ഷാലറ്റ്സിൽ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ ഇത് കിട്ടാത്തവർ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സവാളയിൽ തന്നെ ചെയ്യാം. ഇത് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് സവാള സോട്ട് ചെയ്യുന്ന അത്ര ടൈം ഈ ഒരു ചെറിയ ഉള്ളിക്ക് ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും. നന്നായിട്ട് ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കി പേസ്റ്റ് ആക്കിയത് ഒരു 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതിനൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും അത്യാവശ്യം പഴുത്തതാണ്. നന്നായിട്ട് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമില് വീണ്ടും നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിന്റെ കൂടെ ഒരു 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ കൂടെ ചേർക്കുക. അപ്പൊ ഞാൻ ഓൾറെഡി നമ്മുടെ മസാലയിൽ ചേർത്തിട്ടുണ്ട് ഡ്രൈ ആയിട്ടുള്ള റെഡ് ചില്ലി 4 എണ്ണം ചേർത്തിട്ടുണ്ട് സ്പൈസസിന്. ഇവിടെ ഞാനൊരു 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആണ് ചേർക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ഡിഷിന് നല്ലൊരു കളറും കിട്ടും. ഇനി ഇത് കയ്യിലില്ലാത്തവർ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന മുളക് പൊടി ചേർത്തിയാലും പ്രോബ്ലം ഇല്ല. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് തക്കാളി കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ സോട്ട് ചെയ്തിട്ടൊന്ന് മാഷ് ചെയ്തെടുത്താൽ തന്നെ തക്കാളി പെട്ടെന്ന് വഴറ്റി കിട്ടും. നന്നായിട്ട് ഇത് വഴറ്റിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെട്ടിനാട് മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് ഇതുപോലെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നാക്കി പൗഡറാക്കി എടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇത് കംപ്ലീറ്റും ചേർക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു മട്ടനിലേക്കുള്ള മസാല മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ 1 കിലോ എടുക്കുമ്പോൾ ഇത് കൂട്ടിയെടുക്കാം. കംപ്ലീറ്റ് ചേർത്തിട്ട് 2 മിനിറ്റ് ഇതിനെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി എല്ലാം റോസ്റ്റ് ചെയ്തിട്ടാണ് പൗഡർ ആക്കി വെച്ചിട്ടുള്ളത്. എങ്കിലും ഈ ഒരു സവാളയുടെ തക്കാളിയുടെ കൂടെ ചേർത്തിട്ട് 2 മിനിറ്റ് വീണ്ടും ഇതിനെ ചെറിയ ഫ്ലെയിമിൽ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൺ ആണ്. മട്ടൺ ഓൾറെഡി ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ചേർത്തിട്ട് കുക്ക് ചെയ്തതാണ്. കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ചെയ്തിട്ടില്ല. ഒരു 75% മട്ടൺ കുക്ക് ചെയ്യുക. അത് ബോൺസോട് കൂടിയിട്ടുള്ള പീസസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ബോൺസ് ഇല്ലാതെ നമ്മുടെ ഫ്രഷ് ആയിട്ട് മട്ടൺ പീസസ് മാത്രമാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഈ ഒരു മട്ടൺ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സ്റ്റോക്ക് ആരും കളയരുത്. ആ ഒരു സ്റ്റോക്കിലാണ് നമ്മൾ ഈ മട്ടൺ വേവിക്കുന്നത്. അപ്പൊ ആ സ്റ്റോക്ക് കളയരുത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്റ്റോക്ക് ചേർക്കാം. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് ചേർക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. ഒരു തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ആവശ്യമെങ്കിൽ നമുക്കൊരു 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ സ്റ്റോക്ക് മതിയാവും. അതെല്ലാം കുറച്ച് ലൂസായിട്ട് നമുക്ക് അധികം ഗ്രേവി വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് മട്ടൺ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് മട്ടൺ സ്റ്റോക്ക് ചേർത്തി ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് വരെ നമുക്കിത് ഒന്ന് കുക്ക് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമ്മളെ മട്ടൺ കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ആയിട്ടില്ല. അപ്പോൾ ഒരു മട്ടൺ ഓൾമോസ്റ്റ് കുക്ക് ആവുന്ന വരെ നമുക്ക് ഇതുപോലെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ആ ഒരു ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും കറക്റ്റ് ആയിട്ട് ആ ഒരു മട്ടൺ സ്റ്റോക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തൊക്കെ ഒന്ന് റെഡ്യൂസ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് ചൂടാറുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവും. അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ മട്ടൺ സ്റ്റോക്ക് ഒഴിക്കുകയാണ്. ഒരു 1/4 കപ്പ് കൂടെ മട്ടൺ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം. ഓൾമോസ്റ്റ് നമ്മുടെ ചെട്ടിനാട് മട്ടൺ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ച് ചപ്പാത്തി ദോശ അതിന്റെ കൂടെ കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് കറി ആയിട്ട് വേണമല്ലോ ഗ്രേവി. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് മട്ടൺ സ്റ്റോക്ക് ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. തിക്കായിട്ട് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതോടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ചെട്ടിനാട് മട്ടൺ മസാല റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഫൈനലായിട്ട് നമുക്കിതിലേക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ള റെഡ് ചില്ലി ഒന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ റെഡ് ചില്ലി ചേർക്കുമ്പോൾ എരിവൊന്നും ഇഷ്ടമില്ലാത്തവര് അതിനകത്തുള്ള ഫ്ലേക്സ് ഉണ്ടല്ലോ, ചില്ലി ഫ്ലേക്സ്, അതൊന്ന് അവോയ്ഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അത് ഈ ഒരു ഗ്രേവിക്കകത്ത് കിടന്നു കഴിഞ്ഞാൽ അത് കിടക്കും തോറും എരിവ് കൂടുന്നു പറയാറുണ്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്തിട്ട് ചേർക്കാം. അപ്പൊ അതാണ് നമ്മുടെ ചെട്ടിനാട് സ്റ്റൈലിലെ മട്ടൺ മസാല. ഈ ഒരു സെയിം മസാല പൗഡർ വെച്ചിട്ട് നമുക്ക് ചിക്കനിലും ബീഫിലും ഒക്കെ ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു.